ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുകയാണ്. അരാജകത്വവും അരക്ഷിതാവസ്ഥയും കൊടികുത്തി വാണ കഴിഞ്ഞ 5 വർഷത്തെ നിരാശാഭരിതമായ അനുഭവങ്ങളുടെ മുൻപിലാണ് ഇപ്പോ അപ്പുറത്തിരിക്കുന്നവരെ അപ്പുറത്താക്കിയ ജനവിധിയുണ്ടായത്. ഇവിടെ കേരളം ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. രാജ്യത്തിന്റെ മുൻപിൽ ശിരസ്സു കുനിഞ്ഞുപോയ ഒരു സംസ്ഥാനം തല ഉയർത്തി നിൽക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നത് ഒരു പഴയ സിനിമയുടെ പേര് മാത്രമല്ല, പ്രതിപക്ഷത്തെ ഇപ്പോൾ എളിമയോടെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. ബഹുമാന്യരായ ചില പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് കേട്ടാൽ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു മറവി രോഗം പിടിപെട്ടതുപോലെയാണ് നമുക്ക് തോന്നുക. അവരിപ്പോഴും കഴിഞ്ഞ ഭരണകാലത്തെ അനുഭവങ്ങളിൽ നിന്നും മാനസികമായ വിമുക്തി നേടിയിട്ടില്ല. എന്തൊക്കെയായിരുന്നു ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്, ഇവിടെ നടന്നിരുന്നത്? അതെല്ലാം സൗകര്യപൂർവ്വം മറക്കാൻ കഴിയുന്നതാണോ എന്ന് ഒന്ന് നെഞ്ചിൽ കൈവച്ച് ആലോചിക്കുന്നതെന്നാവും. ഇവിടെ UDF ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിൽ മധ്യസ്ഥത വഹിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന, അതും കോൺഗ്രസിന്റെ നേതാവ് മധു എന്ന ചെറുപ്പക്കാരൻ, എന്താണ് അയാൾക്ക് നേരിടേണ്ടി വന്ന അനുഭവം? ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങി സഹിക്കാനാവാതെ ആ ലോക്കപ്പിൽ മലവിസർജനം നടത്തി. അതൊരു തെറ്റല്ല, കാരണം അമ്മാതിരി മർദ്ദനമാണ് അയാൾക്ക് കിട്ടിയത്. ആ മലം അദ്ദേഹത്തെ കൊണ്ട് കഴിപ്പിച്ചു, തീറ്റിച്ചു എന്നതാണ് അന്നിവിടെ ഉണ്ടായത്. എല്ലായിടത്തും ഓടി നടന്ന് നിരാഹാരം നടത്തുന്ന ആദർശശാലികളെയൊന്നും അന്ന് രാജാക്കാട് കണ്ടിട്ടില്ല. എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? ഞങ്ങൾ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് അല്ലേ മലം തിന്നോട്ടെ എന്ന് ഞങ്ങൾ കരുതിയില്ല. ഞങ്ങൾ ആ മനുഷ്യാവകാശ പ്രശ്നം ഉയർത്തി പ്രതിഷേധിച്ചു. പക്ഷെ നിങ്ങളാരും ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ മിണ്ടാത്ത എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്താണല്ലോ ഡൽഹിയിൽ നിന്ന് വിമാനം പിടിച്ച് തിരുവനന്തപുരത്തേക്ക് കള്ളൻ വന്നത്. ബണ്ടി ചോർ വിമാനം പിടിച്ചൊരു കള്ളൻ വന്ന വിവരം ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബൈക്കിൽ പോയി മാല പൊട്ടിച്ചോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വന്ന് ഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കേരളത്തിലുള്ളതിനേക്കാൾ വസ്തുവകകൾ മോഷ്ടിക്കാൻ കിട്ടില്ലേ? കിട്ടാത്തത് കൊണ്ടല്ല. ആധുനിക വിവര സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിച്ച് നോക്കിയപ്പോ അയാൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ മനസ്സിലായി, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ പോലീസിനെ പേടിക്കാതെ മോഷണം നടത്താൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഉമ്മൻചാണ്ടി എന്ന മഹാനായ മനുഷ്യൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കേരളമാണ്, തിരുവനന്തപുരമാണ്. ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തി. അവിടെ CCTV ക്യാമറ വെച്ചിരുന്നു. ആ CCTV ക്യാമറയിൽ ഈ കള്ളൻ വന്ന് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഗൃഹനാഥൻ വന്നു. 14 ദിവസം കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ മാഞ്ഞു പോകുന്ന മറ്റേടത്തെ CCTV ആയിരുന്നില്ല, വീട്ടിലെ CCTV. അതുകൊണ്ട് ആ ദൃശ്യങ്ങളൊക്കെ കിട്ടി. അത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്തോ? ആ കള്ളനെ ഇവിടുന്ന് പിടിക്കാൻ കഴിഞ്ഞോ? ദൃശ്യം കിട്ടിയിട്ട് മഹാരാഷ്ട്രയിൽ ചെന്നപ്പോ അവിടുത്തെ പോലീസ് പിടിച്ച് നിങ്ങൾക്ക് തന്നു, കേരള പോലീസിന് കൊടുത്തു. ഏറ്റുവാങ്ങുന്ന പണിയായിരുന്നു അന്ന് കേരള പോലീസിനുണ്ടായിരുന്നത്. ശരിയല്ലേ? ബിട്ടി മൊഹന്തി, ഒരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പരോളിലിറങ്ങിയിട്ട് സ്വന്തം മാതാപിതാക്കളെ കാണാൻ പോലും നിൽക്കാതെ കേരളത്തിലേക്ക് ഓടി വന്നില്ലേ? ഉമ്മൻചാണ്ടിയുടെ കേരളത്തിലേക്ക്. ഇവിടെ വന്നിട്ട് ബാങ്കിന്റെ മാനേജറായില്ലേ? എന്ത് നിലപാടാണ് എടുത്തത്? യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നടുറോഡിൽ കുത്തിക്കൊന്നില്ലേ? മണിയൻപിള്ള എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ. കുപ്രസിദ്ധ കുറ്റവാളി ആഡ് ആന്റണി 1 മാസം കൊണ്ട് പിടിച്ചോ? 1 കൊല്ലം കൊണ്ട് പിടിച്ചോ? 2 കൊല്ലം കൊണ്ട് പിടിച്ചോ? ഒരു രോമത്തിൽ തൊടാൻ സാധിച്ചോ എന്ന് കേരള പോലീസിന് ആഡ് ആന്റണിയെ? എത്ര അനുഭവങ്ങളാണുള്ളത്. ജിഷയുടെ അനുഭവം ഇവിടെ എല്ലാവരും പറഞ്ഞു. ചെരുപ്പ് മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കാത്തിരിക്കായിരുന്നില്ലേ? ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ട പ്രതി മറ്റേ ചെരുപ്പ് ഇട്ട് വരുമ്പോ പിടിക്കാം, അതായിരുന്നില്ലേ കണക്ക് കൂട്ടല്? എന്തെല്ലാം അനുഭവങ്ങൾ നമ്മളിവിടെ കണ്ടു. മധുവും ലാൽജിയും ഹനീഫയും നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തൃശൂരിൽ. മധുവിന്റെ അമ്മ പറഞ്ഞു കണ്ണീരോടെ, ഈ ക്യാബിനറ്റിലെ ഒരു മന്ത്രിയാണ് ഇതിന്റെ പിന്നിൽ. എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയായിരുന്നില്ലേ? മണിയാശര ഒരു പ്രസംഗത്തിന്റെ പേരിലാണ് നടപടിയെടുത്തത്, കേസെടുത്ത് ജയിലിലടച്ചത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി ഇവിടെയുണ്ട്. ആ കേസിനാസ്പദമായ പ്രസംഗം കുഴപ്പമുള്ളതാണെങ്കിൽ ഞങ്ങളും കൊന്നിട്ടുണ്ട് എന്ന് MM ഹസൻ പറയുമ്പോ എന്താ കേസെടുക്കാത്തത്? ഈ കഴിഞ്ഞ ദിവസം എഴുകോണിൽ പ്രസംഗിച്ചല്ലോ കോൺഗ്രസിന്റെ നേതാവ് ജമീല ഇബ്രാഹിം. വർഷങ്ങൾക്ക് മുൻപ് ഒരു CPM-കാരനെ കഷണങ്ങളായി വെട്ടിനുറുക്കിക്കൊന്നത് DCC പ്രസിഡന്റ് സത്യശീലനും സഹോദരങ്ങളുമാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി, അങ്ങക്ക് ഇപ്പോഴും അഭിപ്രായം കേസെടുക്കണമെന്നാണോ? എങ്കിലൊരു പ്രസ്താവനയെങ്കിലും അങ്ങ് പുറപ്പെടുവിക്കുവോ? രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുകയാണ് നിങ്ങൾ ചെയ്തത്.
ഒരു ഇന്നോവ കാറിൽ വന്ന് TP ചന്ദ്രശേഖരനെ കൊന്നു എന്നാണ് കേസ്. പക്ഷെ നിങ്ങളുടെ പ്രതിപട്ടിക നോക്കിയാൽ ഇന്നോവ കാറല്ല, ഒരു കപ്പലിൽ ആള് വന്നതായിട്ടാണ് തോന്നുക. എത്ര പേരെയാണ് രാഷ്ട്രീയമായ വിരോധം കൊണ്ട് നിങ്ങൾ കേസിൽ പ്രതിയാക്കിയത്? ഇവിടെ ഇരിക്കുന്ന TV രാജേഷിനെ നിങ്ങൾ ജയിലിലടച്ചു. എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം, ഉദ്ദേശം? P ജയരാജനെ, സ്പോർട്സ് കൌൺസിലിന്റെ പ്രസിഡന്റിനെ നിങ്ങൾ കാപ്പ ചുമത്തി അകത്താക്കി. രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനാണ് എല്ലാ നിയമങ്ങളും നിങ്ങൾ ഉപയോഗിച്ചത്. എത്ര UAPA കേസുകൾ നിങ്ങൾ എടുത്തു ഈ ഗവൺമെന്റിന്റെ കാലത്തോ? ഈ ഗവൺമെന്റിന്റെ കാലത്ത് യഥാർത്ഥ സാമൂഹ്യ വിരുദ്ധന്മാരെ കണ്ടുപിടിച്ച് തുറങ്കിലടച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. 6471 ഗുണ്ടകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 6471 ഗുണ്ടകൾ. അങ്ങനെയാണ് കേരളത്തിൽ സ്വൈര്യ സമാധാന അന്തരീക്ഷം ഉണ്ടായത്. ബിഷപ്പ് ഹൌസ് ആക്രമണം ഉൾപ്പെടെ 24 കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് നെയ്യാറ്റിൻകരയിലെ വേണുഗോപാലിന്റെ മകൻ ശാന്തിഭൂഷൺ അകത്തായത് ഈ ഗവൺമെന്റ് വന്നപ്പോഴാണ്. നിങ്ങൾ പല ക്രിമിനലുകളെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. കോടതി ശിക്ഷിച്ചിട്ട്, സുപ്രീം കോടതി ശിക്ഷിച്ചിട്ട് ജയിലിൽ പോകാതെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് കബളിപ്പിച്ച് നടന്ന ഡേവിഡ് ലാലി, നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലോ, നിങ്ങളാണല്ലോ ഒളിപ്പിച്ചിരുന്നത്. ആ ഡേവിഡ് ലാലിയെ 1 ലക്ഷം രൂപ പിഴയടച്ചിട്ട് കുറ്റവിമുക്തനാക്കാനുള്ള കടലാസിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നോർക്കണം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ സുപ്രീം കോടതി ശിക്ഷിച്ച നിങ്ങൾ 1 ലക്ഷം രൂപ സംഭാവന വാങ്ങി വിടാൻ ഒപ്പുവെച്ച ആ ഡേവിഡ് ലാലിയെ കാണണമെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയാൽ മതി. അതാണ് ഈ ഗവൺമെന്റിന്റെ ചങ്കൂറ്റം. അതാണ് ഞങ്ങൾ നടത്തുന്ന നിയമസമാധാന പാലനം. ഇപ്പോ നിങ്ങളുടെ കാലത്ത് തട്ടിപ്പ് നടത്തി ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഉതുപ്പ്, ഓർമ്മയില്ലേ ഉതുപ്പ് അകത്താക്കിയത് ഈ ഗവൺമെന്റാണ്, ഈ പോലീസാണ്. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതികളെ ഡൽഹിയിൽ പോയി പിടിച്ചു കേരള പോലീസ്. കോവളത്തെ മര്യദാസ് വധം, ഇവിടെ കോവളത്തെ അംഗത്തിന് അറിയാമല്ലോ ആ കാര്യങ്ങളെല്ലാം. കോവളത്തിലെ മര്യദാസ് വധത്തിന് ഒരു തുമ്പും ഉണ്ടായിരുന്നില്ല. പ്രതികൾ തമിഴ്നാട്ടിൽ രക്ഷപ്പെട്ടു. ഒരാഴ്ചക്കുള്ളിൽ തമിഴ്നാട്ടിൽ പോയി പ്രതികളെ പിടിച്ചു. പാലക്കാട് ആലത്തൂരിലെ പ്രീതി പൊള്ളാച്ചിയിൽ കൊണ്ടുപോയി കൊന്നു കുഴിച്ചിട്ടു. അവിടുന്ന് സ്വർണ്ണ ആഭരണങ്ങൾ അപഹരിച്ചു. 2 ആഴ്ചയെ വേണ്ടി വന്നുള്ളൂ, പ്രതിയെ അവിടെ പോയി പിടിച്ചു. തൃശൂരിലെ ഈസ്റ്റ് പോലീസിന്റെ പരിധിയിലുള്ള ലോലിത തമിഴ്നാട്ടിലെ രാമപുരത്ത് കൊണ്ടുപോയി കൊന്നു. ഉടൻ കേരളത്തിലെ പോലീസ് അവിടെ പോയി പ്രതിയെ പിടിച്ചു. കോട്ടയത്ത് അശ്വതി എന്ന ഗർഭിണി കൊല്ലപ്പെട്ടു. 5-ാം ദിവസം പിടിച്ചു കേരളത്തിലെ പോലീസ് പ്രതിയെ. കൊച്ചിയിലെ മധ്യവയസ്കനെ കൊന്ന് കിണറ്റിൽ തള്ളി. തൊഴിലുടമയായിരുന്നു പ്രതി. മണിക്കൂർ വെച്ച് പിടിച്ചു തൊഴിലുടമയെ. തൊഴിലുടമയുടെ മുതലാളിയുടെ രൂപം കണ്ടപ്പോ പോലീസിന്റെ മുട്ടുപറച്ചില്ല. ആ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും ഈ ഗവൺമെന്റ് കൊടുത്ത പോലീസിന്. ഈ നന്ദൻകോട് മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ കൊന്ന പ്രതി ഒളിവിപ്പോയി. 3-ാം ദിവസം പിടിച്ചു പ്രതിയെ. ഇത് കേരള പോലീസിന്റെ ട്രാക്ക് റെക്കോർഡല്ലേ, നമ്മളിപ്പോ കാണുന്നതല്ലേ? കാസർകോട് റിയാസ് മൗലവി വലിയ വർഗീയ കലാപത്തിലേക്ക് പോകുമായിരുന്ന വിഷയം മണിക്കൂർ വെച്ച് പ്രതിയെ പിടിച്ചതുകൊണ്ട് ആ നാടിന്റെ സമാധാന നില സംരക്ഷിക്കാൻ പറ്റി. എറണാകുളത്ത് നടി ആക്രമിക്കപ്പെട്ടു. 6-ാം നാൾ പിടിച്ചു. ഒരാഴ്ച തികഞ്ഞില്ല, മുഴുവൻ പ്രതിയും അകത്തായി. ഇപ്പോ ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് സ്വൈര്യമായി ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായി. നിങ്ങൾ നോക്കൂ, KSUവിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ജസ്ല കഴിഞ്ഞ ദിവസം മങ്കടയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോയപ്പോ അവരുടെ നേരെ അക്രമം ഉണ്ടായി. അവർ ആത്മരക്ഷാർത്ഥം നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നു. അവർക്കുണ്ടായ അനുഭവം അവരിപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എഴുത്തല്ല, പറഞ്ഞിരിക്കുന്നു അവർ, വീഡിയോ ക്ലിപ്പ്. അവരെന്താ പറയുന്നത്? എനിക്ക് വലിയ ആഹ്ലാദവും അഭിമാനവും തോന്നുന്നു കേരള പോലീസിനെ കുറിച്ചോർത്ത്. മണിക്കൂറുകൾ ഒന്ന് തികയുന്നതിന് മുൻപ് മുഴുവൻ പ്രതിയെയും പിടിച്ച് എന്നെ വിളിച്ചു, മോളെ സ്റ്റേഷനിലേക്ക് വരൂ, പ്രതികളെ തിരിച്ചറിയൂ, എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു കേരള പോലീസിനെ കുറിച്ചെന്ന് KSU നേതാവിന് പറയാൻ കഴിയണമെങ്കിൽ ആ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ബഹുമാന്യനായ മുൻ ആഭ്യന്തരമന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവിനെ അല്ല, അതിന്റെ മുൻ ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലുണ്ടായ പ്രമാദമായ കേസുകളിൽ ഇത്തരമൊരു നടപടി, ഞാൻ ഈ മുമ്പ് സൂചിപ്പിച്ച പോലൊരു നടപടി അന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഗോപിനാഥക്കുറുപ്പ് അങ്ങേക്കറിയാമല്ലോ, കൊല്ലപ്പെട്ടു. 5 ദിവസം കൊണ്ട് പിടിച്ചോ? ഒരാഴ്ച കൊണ്ട് പിടിച്ചോ? കൊല്ലം കൊണ്ട് പിടിച്ചോ? തിരുനക്കര മൈതാനത്തിന് സമീപം പൂക്കട നടത്തിയ ശ്രീരാമൻ കൊല്ലപ്പെട്ടു, പിടിച്ചോ? ചിങ്ങവനത്തെ അനീഷ് കൊല്ലപ്പെട്ടു, പിടിച്ചോ? ഇതൊക്കെ അങ്ങയുടെ മണ്ഡലല്ലേ? പോട്ടെ, ഞാനതൊക്കെ വിട്ടു. ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ കല്ലെറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ കല്ലെറിഞ്ഞിട്ട് പ്രതിയെ പിടിക്കാൻ പറ്റിയോ? ആരാണ് പ്രതി എന്ന് അങ്ങേക്കറിയാലോ. എന്തുകൊണ്ടാണ് പിടിക്കാൻ സാധിക്കാതെ പോയത്? ആ അന്തരീക്ഷം ഇപ്പൊ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് DGP കേസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, കോടതിയെക്കുറിച്ച് പറഞ്ഞു. എത്ര കോടതി വിധികൾ നമ്മുടെ മുന്നിലുണ്ട്?
ഇത് കോടതിയുടെ ചില പരാമർശങ്ങൾ. എത്ര പരാമർശം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കോടതിയിൽ കേരളത്തിലെ ഗവൺമെന്റിനെ ആക്ഷേപിക്കുകയോ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ ചെയ്യുന്ന ഒരു പരാമർശമുണ്ടോ? ഞാൻ പഴയൊരു കോടതി വിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താം. ഇപ്പൊ ഗോമതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെന്റ് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കമന്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഐ സെറ്റ് അസൈഡ് ദ ഗവൺമെന്റ് ഓർഡർ ആസ് ഇല്ലീഗൽ ആർബിട്രറി ആൻഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ആ വിധിന്യായത്തിൽ പരാമർശിക്കുന്ന മറ്റു ചില വാക്കുകൾ ഇതാണ്: എക്സ്ട്രേനിയസ് കൺസിഡറേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, നോട്ട് ബോണഫൈഡ്, ഡിസ്റെസ്പെക്ടബിൾ ടു ലോ. ഒരൊറ്റ വിധിന്യായത്തിലാണ് ഇത്രയും കൂടി പൊതിഞ്ഞുകെട്ടി നിങ്ങൾക്ക് തന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. കഴിഞ്ഞ മുഖ്യമന്ത്രിയെ ചൂണ്ടി കേരള ഹൈക്കോടതി ഒരു കേസിന്റെ വിചാരണ വേളയിൽ ചോദിച്ചു, ഈ ഓഫീസ് കുറ്റവാളികളുടെ താവളമായി മാറിയിരിക്കുന്നുവോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നില്ലേ ഇത്? ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് രാവിലെ റൂൾ 50യുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഒരു വാക്ക് പറഞ്ഞത്. എന്താണ്? കേരളത്തിൽ DGP ഇല്ലാത്തതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കേറെ ബഹുമാനമുള്ള ആളാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, അക്കാര്യത്തിൽ അങ്ങനെ ലജ്ജിക്കേണ്ടതുണ്ടോ? ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് DGPയെ വെക്കാം. ഇനി അങ്ങേക്ക് ലജ്ജിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ KPCCക്ക് ഒരു സ്ഥിരം പ്രസിഡന്റിനെ നിയമിക്കാൻ കഴിയാത്തതിനോ മറ്റോ ലജ്ജിക്കുക എന്നല്ലാതെ ഇക്കാര്യത്തിൽ ലജ്ജിക്കേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കേസുകളുടെ എണ്ണത്തെക്കുറിച്ച് ആരോ പറഞ്ഞു. മലയാള മനോരമ ഒരു കളവ് എഴുതി കഴിഞ്ഞാൽ ആ കളവ് നിങ്ങൾക്ക് തലയിലേറ്റ് നടക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആ നിലവാരത്തിലാണ് എന്ന് ധരിക്കരുത്. കഴിഞ്ഞ 8 മാസത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ അതിനു മുൻപ് നിങ്ങൾ ഭരിച്ച 8 മാസക്കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ 29,740 കേസ് കുറവാണ്. അതാണ് കണക്ക്. തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ കുറച്ച് കടലാസ് കയ്യിലുണ്ടെന്ന് കരുതി UDFന്റെ അനൌദ്യോഗിക മുഖപത്രമായി പ്രസിദ്ധീകരിക്കുന്ന മനോരമയും ചില ചാനലുകളും ഉണ്ടെന്ന് കരുതി ഞങ്ങളെ അങ്ങ് ഭസ്മീകരിക്കാമെന്ന് ആരും കരുതണ്ട. മാധ്യമങ്ങൾ പാലൂട്ടി വളർത്തിയവരല്ല ഞങ്ങൾ. അവരുടെ താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങിയവരുമല്ല ഞങ്ങൾ ഈ എതിർപ്പുകളെല്ലാം നേരിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പോരടിച്ചു വളർന്നു വന്നവരാണ്. നിങ്ങൾക്ക് ഈ പ്രചരണത്തിന്റെ എല്ലാ കുത്തക സംവിധാനങ്ങളും ഉണ്ടെന്ന്, അതുകൊണ്ട് വീക്ഷണത്തിന് ക്ഷീണമുണ്ടെങ്കിലും കോൺഗ്രസിന് ക്ഷീണമുണ്ടാവില്ല എന്നും കരുതിയെങ്കിൽ ആ ധാരണ തെറ്റാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെയും നിങ്ങൾ അവിടെയും ഇരിക്കുന്നത് എന്നെങ്കിലും ഓർക്കണമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഇവിടെ സ്ത്രീത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ബഹുമാന്യനായ ഷൊർണൂർ അംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ 2 MLA-മാരുടെ പേരിൽ, ഒരു തെക്കുള്ള MLA-യുടെയും ഒരു വടക്കുള്ള MLA-യുടെയും പേരിൽ ബലാത്സംഗം ചെയ്തു ഈ കശ്മലന്മാർ എന്ന് പറഞ്ഞ് കേരള പോലീസിന് പരാതി കൊടുത്ത 2 സ്ത്രീകളുണ്ടായിരുന്നില്ലേ? എന്ത് നടപടി സ്വീകരിച്ചു നിങ്ങൾ? നിങ്ങളുടെ ഭരണകാലത്ത് ഒരു വനിതാ വ്യവസായ സംരംഭക വന്നപ്പോ, അധികാര കേന്ദ്രത്തിലേക്ക് വന്നപ്പോ മുഖ്യമന്ത്രി എന്തായിരുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്തായിരുന്നു അനുഭവം? ആ സംരംഭകയെ ഒന്ന് ഉറങ്ങാൻ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ? കൂടുതലൊന്നും കൊണ്ട് പറയിപ്പിക്കണ്ട. ഇപ്പൊ ഗോമതിയുടെ സമരം ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഗതികേട് കോൺഗ്രസ്, ഞാൻ അവസാനിപ്പിക്കാം, എന്റെ സമയം ഗോമതിയുടെ സമരം നടന്നു, ഞാൻ അവസാനിപ്പിക്കാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ച, അങ്ങ് ബലാത്സംഗം ചെയ്യാത്ത ആളാണ്, ഒരു ഈച്ചയെ പോലും ബലാത്സംഗം ചെയ്യാത്ത ആളാണ്. ഗോമതിയുടെ സമരം എടുത്ത് തലയിൽ വെക്കേണ്ട ഗതികേട് വന്നല്ലോ നിങ്ങൾക്ക്. പെമ്പിള ഒരുമൈ സമരം എന്നാണ്, ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. എന്തൊരു അന്യായാണത്. പെമ്പിള ഒരുമൈ സമരം അവിടെ നടന്നത് നമ്മൾ കണ്ടല്ലേ, ആയിരക്കണക്കിന് സ്ത്രീകൾ ഒഴുകി വന്ന സമരം. ഇത് ഗോമതിയും പിന്നെ ഗോമതിയും ചേർന്ന് നടത്തിയ സമരല്ലേ? ഇവിടെ ഒരു കോൺഗ്രസുകാരൻ തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തിയിട്ട് ഇത് കോൺഗ്രസിന്റെ സമരമാണെന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് പറയാണ് ഇത് കോൺഗ്രസിന്റെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പിന്നെ കോൺഗ്രസ് സമരമാണെന്ന് വിളിക്കുവോ? പെമ്പിള ഒരുമയുടെ പ്രസിഡന്റ് പറയുന്നത് ഇത് ഞങ്ങളുടെ സമരമല്ല. ആരും ഏറ്റെടുക്കാനില്ലാതെ അനാഥമായി പോയ ഒരു സമരം എടുത്ത് തലയിൽ വെച്ച് അതിന്റെ കൂടി അപമാനം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട കോൺഗ്രസിനെയും UDFനെയും അങ്ങേയറ്റം ദയനീയതയോടെ ഈ കേരളം കാണുകയാണ്. ഞാൻ നിർത്തുന്നു. 1000 കാതം നീണ്ടു നിൽക്കുന്ന യാത്രയും ആരംഭിക്കുന്നത് ഒരു ചുവടുവയ്പിൽ നിന്നാണെന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഇവിടെ ആ ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ യാത്ര ധീരമായി പോകും. ഇത് 5 കൊല്ലത്തെ യാത്രയല്ല, 5 പതിറ്റാണ്ടിനും അപ്പുറം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കേരളത്തിൽ ഇടതുപക്ഷം പോവുക. ഞാൻ ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.